dear students, അപ്പോൾ നമ്മൾ ഡിസ്പേർഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനായിട്ടുള്ളത്. ഇത് തന്നെയാണ് നമ്മൾ എക്സാമിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഇവിടെ നമുക്ക് മേ ബി ചിലപ്പോൾ ഇതേപോലെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ അതിൻ്റെ കൂടെ ക്ലബ് ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും. ഇതും കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായിട്ട് കാണുന്നത് എന്താണ്? സം ഓഫ് ഡീവിയേഷൻ, സ്ക്വയർ ഡീവിയേഷൻസ് ഏറ്റവും മിനിമം ആകുന്നത് എപ്പോഴാണ്? അത് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കേസിലാണെങ്കിൽ മീൻ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന സം ഓഫ് ആബ്സൊല്യൂട്ട് ഡീവിയേഷൻസ് ആണ്, അതായത് മീൻ ഡീവിയേഷൻ്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത്. ആബ്സൊല്യൂട്ട് ഡീവിയേഷൻ മിനിമം കിട്ടണമെങ്കിൽ അത് ടേക്കൺ അബൌട്ട് മീഡിയൻ ആയിരിക്കണം. അത് മീനല്ല, മീഡിയൻ ആണ്. ഏത് കേസാണെന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. ആബ്സൊല്യൂട്ട് ഡീവിയേഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മീഡിയൻ ആണ്. അല്ലാത്ത കേസ് ഏതാണ്? മീനാണ് വരുന്നുണ്ടായിരിക്കുക. ഇനി നമ്മളെടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ ഇക്വേഷൻ ആണ്. ഇവിടെ ഏത് കേസാണ് തന്നിരിക്കുന്നത്? ഡിസ്ക്രീറ്റ് ആണ് ഡാറ്റ അല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്ലാസ്സുകളായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ എന്താണ്? എക്സിൻ്റെ വാല്യൂസ് ഡയറക്റ്റ്ലി തന്നിരിക്കുകയാണ്, ഡിസ്ക്രീറ്റ് ഡാറ്റയാണ്. ഇനി ഡിസ്ക്രീറ്റ് ആയാലും കണ്ടിന്യൂസ് ആണെങ്കിലും നമുക്ക് ഇക്വേഷൻ എന്താണ്? സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിഗ്മ എഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ. ഇവിടെ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൻ ആണ്. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഫ്രീക്വൻസി ആണ്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എക്സിൻ്റെ വാല്യൂസ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എഫിൻ്റെ വാല്യൂസും എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി അത് വെച്ചതാ നമ്മൾ ടേബിൾ ബിൽഡ് ചെയ്യാണ്. ഇനി എന്തൊക്കെ വേണം? എക്സ് സ്ക്വയർ വേണം. എക്സ് സ്ക്വയർ ഉണ്ടെങ്കിലാണ് എഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. പിന്നെന്താ? എക്സ് ഉണ്ട്, എഫ് ഉണ്ട്, എന്താ വാല്യൂ? എഫ് എക്സ് എന്നാണ് കിട്ടുക. സോ ഇങ്ങനെ നമുക്ക് ഓരോ ടേംസ് നമുക്ക് ആവശ്യമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഇതേപോലെ കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 7 × 1 7, 4 2s are 8, 6 3s are 18, 4 2s are 8, 5 1s are 5. ഇനി നെക്സ്റ്റ് എഫ് എക്സ് സ്ക്വയർ. എക്സിന്റെ വാല്യൂസിന്റെ സ്ക്വയർ എടുക്കാം. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25. ഇനി എഫും എക്സ് സ്ക്വയറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 7 × 1 7, 4 4s are 16, 6 9s are 54, 16 × 2 32, 25 × 1 25. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമുക്ക് വേണ്ട ആൾക്കാരൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി നേരെ ഇതൊക്കെ എന്താണ്? ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് കാണണം? മീൻ വാല്യൂ കാണണം. അപ്പോൾ നമ്മൾ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് 46 ആണ്. ക്യാപിറ്റൽ എൻ എന്താണ്? 20 ആണ്. സോ 46 ഡിവൈഡഡ് ബൈ 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.3 എന്നാണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് 2.3 കിട്ടി. ഇനി അടുത്തത് നമ്മൾ നേരെ ഇക്വേഷനിലേക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 134 ആണ്. 134 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 20 ആണ് വരുന്നത്. സോ ഡിവൈഡഡ് ബൈ 20 മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം 2.3 ആണ്. അതിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 2.3യുടെ സ്ക്വയർ, 2.3യുടെ സ്ക്വയർ ആണ് ഇനി നമുക്ക് വേണ്ടത്. 2.3യുടെ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആദ്യം 134 ഡിവൈഡ് ബൈ 20 ചെയ്ത് കഴിഞ്ഞാൽ 6.7 എന്നാണ് കിട്ടുക. 2.3ൻ്റെ സ്ക്വയർ 5.29 കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1.41. ഫൈനലി സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? 1.187 ആണ് എന്ന് നമുക്ക് ഫൈനലി ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കുക. ഈ ഒരു കാൽക്കുലേഷൻ അത്യാവശ്യം സ്പീഡുള്ള ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറും തീരും, നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നുണ്ടായിരിക്കുക. അപ്പം മോസ്റ്റ്ലി ഇതൊരു 4 മാർക്ക് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് വരിക. എസ്പെഷ്യലി കണ്ടിന്യൂസിൻ്റെ കേസ് ആണെങ്കിൽ 5 മാർക്ക് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് ഇക്വേഷൻ എന്താണ്? ഡിസ്ക്രീറ്റ് കണ്ടിന്യൂസ് സെയിം ഇക്വേഷൻ ആണ്. പിന്നെ എന്താ? സിമ്പിൾ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, സം എടുക്കുന്നു, കൂട്ടാനും കുറയ്ക്കാനും മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ അറിയെങ്കിൽ നേരെ നമ്മൾ ഇക്വേഷനിലേക്ക് എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസറിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ ചെയ്യാനായിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും സ്കിപ്പ് ആക്കരുത്. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇക്വേഷനും പഠിച്ചിരിക്കേണ്ട ഒരു പ്രോബ്ലം ആണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെത്. അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.